കൈരളി 25 വർഷം പൂർത്തിയാക്കുക. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളുടെയൊക്കെ ചിന്ത. നമ്മൾ മനസ്സിൽ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. ഈ 25 വർഷക്കാലം കൈരളിയുടെ വളർച്ചയുടെയും തളർച്ചയുടെയും ഒക്കെ രംഗത്ത് ഞങ്ങളോടൊപ്പം നിന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. വേറിട്ടൊരു ചാനൽ എന്നുള്ള നിലയിൽ തുടങ്ങിയ അതിനകത്ത് വേറിട്ട ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തിയിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. യേശുദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഗന്ധർവ സംഗീതം, എസ് പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള അശ്വമേധം, ലക്ഷ്മി നായരുടെ നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികൾ, പി ടി കുഞ്ഞുമ്മൻ്റെ നേതൃത്വത്തിലുള്ള പ്രവാസ, വി കെ ശ്രീരാമൻ്റെ നേതൃത്വത്തിലുള്ള വേറിട്ടുള്ള കാഴ്ചകൾ, മലയാളിയെ ഒരു പുതിയ രംഗത്തിലേക്ക് കൊണ്ടുവന്ന മാമ്പഴം, വേറിട്ട കാഴ്ചകൾ, മാമ്പഴം, പട്ടുറുമാൽ, കഥ പറയുമ്പോൾ, അങ്ങനെ ഒട്ടേറെ പരിപാടികൾ നമ്മൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അത് നിങ്ങളെല്ലാവരും കൂടെ അത് വിജയിപ്പിച്ചിരുന്നു. ന്യൂസിൻ്റെ കാര്യത്തിൽ വേറിട്ട് നിന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിജയമായിട്ട് കണക്കാക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞു, മലയാളി മാധ്യമ പ്രവർത്തകർ അങ്ങനെ വേറിട്ട് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെയൊക്കെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എല്ലാ മലയാള മാധ്യമ പ്രവർത്തകരും അങ്ങനെ നിന്നിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പലപ്പോഴും മഹാഭാരതത്തിലെ അശ്വത്ഥാമ ഹതകുഞ്ചര എന്ന കഥയെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് പലപ്പോഴും പല മാധ്യമങ്ങളും നിലനിന്നിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നത് ശരിയല്ല. അന്നൊക്കെ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചത് കൈരളി ആയിരുന്നു എന്നുള്ള ഞങ്ങൾക്ക് ആ ആത്മവിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മലയാളി സമൂഹം പ്രധാനമായിട്ടും ഈ മാധ്യമങ്ങളിലാണ് അവരുടെ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളൊരു സത്യമാണ്. ഏകദേശം 15 കോടി രൂപയാണ് ഒരു ദിവസം മാധ്യമങ്ങൾക്ക് വേണ്ടി മലയാളി ചെലവാക്കുന്നത്. എന്ന് വെച്ചാൽ 24 മണിക്കൂറും മലയാളി ഈ മാധ്യമങ്ങളുടെ കീഴിലാണ്. അതുകൊണ്ട് അവിടെ അർദ്ധസത്യങ്ങൾ സത്യങ്ങളായി അവതരിപ്പിക്കുകയും അസത്യങ്ങൾ അർദ്ധസത്യങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മലയാളിയുടെ മനസ്സുകളിലേക്ക് വരുന്നത് അതാണ് എന്ന ചിന്ത മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ കൈരളി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്ന നിങ്ങളോടൊക്കെയുള്ള കൈരളി പ്രവർത്തകരുടെ ഏറ്റവും വലിയ കാര്യം നിങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളെ നെഞ്ചിലേറ്റുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ചരിതാർത്ഥ്യം നൽകുന്നുണ്ട് എന്നുള്ളത് മാത്രം പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി.